കൈലാസ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഭസ്മനിർമ്മാണത്തിന് പ്രത്യേക ചിട്ടകൾ തന്നെയുണ്ട്. അമാവാസി, പൗർണമി, അഷ്ടമി എന്നീ ദിവസങ്ങളിൽ ഭസ്മത്തിനുള്ള ചാണകം ശേഖരിക്കുന്നതാണ് ഉത്തമം. രാവിലെ എഴുന്നേറ്റ് ശരീരശുദ്ധി വരുത്തി ഗോശാലയിൽ പ്രവേശിച്ച് നല്ലതായ ചാണകം ശേഖരിക്കണം. ഹ്രൗം എന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം ചാണകം ശേഖരിക്കാൻ. എടുത്ത ശേഷം നമ എന്ന മന്ത്രം ജപിച്ച് ചാണകത്തെ ഉരുളകളാക്കി ഉരുട്ടണം. ഈ ഉരുളകളെ ശുദ്ധവും വൃത്തിയുമുള്ള സ്ഥലത്ത് വെച്ച് വെയിലിൽ ഉണക്കണം. ഇങ്ങനെ തയ്യാറാക്കിയ ചാണക ഉരുളകളെ ഉമി കൂട്ടിക്കലർത്തി ഹൗം എന്ന മന്ത്രം ജപിച്ച് ഭസ്മമാക്കണം. അരണ്യങ്ങളിൽ നിന്ന് എടുത്തതോ വേദാധ്യായം ചെയ്യുന്ന ബ്രാഹ്മണന്റെ ഗൃഹത്തിൽ നിന്നെടുത്ത അഗ്നി കൊണ്ട് വേണം ദഹിപ്പിക്കാൻ. നന്നായി ദഹിക്കുന്നത് വരെ അഗ്നിയെ സംരക്ഷിക്കണം. ഈ ഭസ്മത്തെ ശുദ്ധമായ മൺപാത്രത്തിൽ സൂക്ഷിക്കണം. കൈതപ്പൂവ്, രാമച്ചം, ചന്ദനം, കുങ്കുമപ്പൂവ് തുടങ്ങിയ സുഗന്ധ വസ്തുക്കളെ സദ്യോജാത മന്ത്രത്തോടുകൂടി ഭസ്മപാത്രത്തിൽ ചേർത്ത് വയ്ക്കണം. ഇങ്ങനെ ഉണ്ടാക്കിയ ഭസ്മം പണ്ട് തറവാട്ടുകളിലും മനകളിലും മഠങ്ങളിലും മറ്റും ഭസ്മക്കുട്ട എന്നറിയപ്പെടുന്ന തടിപാത്രത്തിൽ സൂക്ഷിച്ചിരുന്നു. ഭസിതം, വിഭൂതി, രക്ഷ എന്നും പേരുകളുണ്ട്. ഭസിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ പ്രകാശിപ്പിക്കുന്നതുകൊണ്ട് ഭസിതം, പാപങ്ങളെ ഭസ്മീകരിക്കുന്ന അല്ലെങ്കിൽ നശിപ്പിക്കുന്നതുകൊണ്ട് ഭസ്മം, വിഭൂതിയെ അല്ലെങ്കിൽ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നതുകൊണ്ട് വിഭൂതി, രക്ഷ നൽകുന്നതുകൊണ്ട് രക്ഷ. ഇങ്ങനെയാണ് ഈ പേരുകൾ ലഭിച്ചത്. ഭസ്മ മഹാത്മ്യം. അഗ്നിയിൽ എന്ത് നിക്ഷേപിച്ചാലും അവ കത്തിയോ അല്ലാതെയോ മറ്റൊരു വസ്തുവായി മാറും. എന്നാൽ തീയിൽ കുറേ ചാമ്പൽ നിക്ഷേപിച്ച് നോക്കിയാൽ അത് ചാമ്പലായി തന്നെ അവശേഷിക്കുന്നു. അതാണ് ഭസ്മ മഹത്വം അഥവാ ഭസ്മ മഹാത്മ്യം. ശിവപുരാണത്തിൽ ഭസ്മ മഹാത്മ്യം എന്നൊരു അധ്യായം തന്നെയുണ്ട്. കൂടാതെ ദേവി ഭാഗവതത്തിൽ 11-ാം സ്കന്ധത്തിൽ 9, 10, 11 എന്നീ അധ്യായങ്ങൾ യഥാക്രമം ഭസ്മധാരണ വിധി, ഭസ്മനിർമ്മാണ വിധി, ഭസ്മത്രിവിധത്വം എന്നിവ പ്രതിപാദിക്കുന്നു. രാവിലെ നനച്ചും വൈകിട്ട് നനയ്ക്കാതെയുമാണ് ഭസ്മധാരണ രീതി. നനയ്ക്കാത്ത ഭസ്മത്തിന് അണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവും നനച്ച ഭസ്മത്തിന് ശരീരത്തിൽ അമിതമായുണ്ടാകുന്ന ഈർപ്പത്തെ വലിച്ചെടുത്ത് നീക്കം ചെയ്യാനുള്ള ഔഷധ വീര്യവുമുണ്ടെന്ന ഗുണവിശേഷമാണ് ഇങ്ങനെ ധരിക്കാൻ കാരണം. രാവിലെ ഉണർന്നാൽ കൈകാൽ മുഖം കഴുകി പൂമുഖത്ത് തൂക്കിയിട്ടിരിക്കുന്ന ഭസ്മക്കുട്ടിയിൽ നിന്നും ഒരു പിടി ഭസ്മം നെറ്റിയിലും പിന്നെ നെഞ്ചിലും ഇരുഭുജങ്ങളിലും മറ്റും ചില മർമ്മസ്ഥാനങ്ങളിലും ഭസ്മം തൊടുന്നത് പഴമക്കാരുടെ ഒരു പതിവായിരുന്നു. ഭസ്മധാരണത്തിന് ഉപയോഗിക്കുന്ന വൈദിക മന്ത്രം ഇപ്രകാരമാണ്: അഗ്നിരിതി ഭസ്മ, വായുരിതി ഭസ്മ, ജലമിതി ഭസ്മ, സ്ഥലമിതി ഭസ്മ, വ്യോമേതി ഭസ്മ, സർവം ഹവായിതി ഭസ്മ, മന ഏതാനി ചക്ഷുംഷി ഭസ്മാനി എന്ന മന്ത്രം ഉച്ചരിച്ചാണ് ഇടത്ത് കൈ തലത്തിൽ സംഗ്രഹിച്ചതായ ഭസ്മം വലത് കൈകൊണ്ട് അടച്ച് സമ്മിശ്രീകരിച്ച് തൊടേണ്ടത്. അഗ്നി, വായു, ജലം, സ്ഥലം, വ്യോമം എന്നീ പഞ്ചഭൂതങ്ങളുടെയും നമ്മുടെ മനോമണ്ഡലത്തിൻ്റെയും ദൃഷ്ടിയുടെയും ഭസ്മമാണിതെന്നാണ് ഈ മന്ത്രത്തിൻ്റെ പൊരുൾ. ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.